ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലുണ്ടായ ചീരയുടെ വിളവെടുപ്പും അതുപോലെ തന്നെ ചീര ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കുറച്ച് ടിപ്സുകളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ₹1 ചിലവില്ലാതെ നമ്മുടെ ചീര നന്നായിട്ട് ആർത്ത് വളരാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒരു വളവുമാണ് പറയുന്നത് കേട്ടോ. ജൈവ കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചാണകപ്പൊടിയൊക്കെ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ചീരയുടെ വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് പറിച്ചു നടാം. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ തന്നെ നമുക്ക് എവിടെയാണോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ വിത്ത് പാകാം. ഇവിടെ ഓൾറെഡി നേരത്തെ തൊട്ട് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്ത് വീണിട്ട് ഇവിടെ മുളച്ച് വന്നതാണ് ഇവിടെ നിൽക്കുന്ന ചീരകൾ. ഇവിടെ ലൈനായിട്ട് കുറേ ചീര നിൽപ്പുണ്ട്. നമ്മൾ പല പ്രാവശ്യം ഇതിൻ്റെ വിളവെടുക്കുകയും ചെയ്തിരുന്നു. വിളവെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചാണകം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ മണ്ണിൽ മറ്റുള്ള നമ്മുടെ പ്ലാവും തോട്ടത്തിലാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ തന്നെ ഇവിടെയും നമ്മുടെ ഈ മണ്ണിലുള്ളത് കൊണ്ട് അതൊരു വളമായിട്ട് തന്നെ ഇതിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു പുതിയ സ്ഥലത്താകുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ആട്ടിൻ കാഷ്ടോ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് വളമായിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് ചീര നന്നായിട്ട് കരുത്തോടെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ചീര നട്ടിട്ടുള്ളവർ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇലപ്പുള്ളി രോഗം വരും. അതായത് ഇതിലൊരു വെള്ളപ്പാട് പോലെ വന്നിട്ട് ഈ ഇലകളിൽ മുഴുവനും വ്യാപിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഇവിടെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് പച്ച ചീരയും ചുവപ്പ് ചീരയും മിക്സ് ചെയ്ത് നടുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് നമ്മളുടെ തോട്ടത്തിൽ നടുന്നതെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇലപ്പുള്ളി രോഗം വളരെ കുറഞ്ഞു കിട്ടും. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിൽ മുകളിൽ കൂടി ഒഴിക്കരുത്, നമ്മൾ താഴെ വേണം ഒഴിക്കാനായിട്ട്. മുകളിൽ കൂടി സ്പ്രേ ചെയ്ത് ഒഴിക്കുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരാനായിട്ട് സാധ്യതയുണ്ട്. ഒന്നിന് എന്തെങ്കിലും സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ മറ്റുള്ള ചീരകൾക്കും ആ പ്രശ്നം വരും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ചീരയ്ക്ക് ഒരിക്കലും വളമായിട്ട് ചാരം ചേർത്ത് കൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് പൂത്ത് പോകും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ചില സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ ചീര പൂക്കും, ചെറുപ്പത്തിലേ പൂക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് കൂടുതൽ പ്രശ്നം അത് ക്ലൈമറ്റിൻ്റെയൊക്കെ വ്യതിയാനം അനുസരിച്ച് ചില സമയത്ത് പെട്ടെന്ന് ചീര പൂക്കും. അപ്പോൾ അതിനെ കൂട്ടാനായിട്ട് ഉപകരിക്കുകയുള്ളൂ നമ്മൾ ചാരം ചേർത്ത് കൊടുത്താൽ. അതുകൊണ്ട് ഒരു കാരണവശാലും ചാരം ചേർക്കാൻ പാടില്ല. ചീര വിളവെടുത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരല്പം മണ്ണൊക്കെ കൂട്ടി അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി എന്തെങ്കിലും മിക്സ് ചെയ്ത് വളമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു ബയോഗ്യാസ് സ്ലറിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഴ്ചയിലൊരിക്കലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ചാണകം കിട്ടാത്തവർക്ക് കപ്പലണ്ടി പിണ്ണാക്ക് എല്ലുപൊടിയും ഒക്കെ പുളിപ്പിച്ചിട്ട് അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തർക്കും ലഭ്യമാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. ഇന്നത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ചാരം ഉപയോഗിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കോമൺ ആയിട്ട് ചെയ്യേണ്ട, ശരിക്കും ഇത് മഴക്കാലത്ത് ഒരുപാട് നന്നായിട്ട് വളരില്ല. കാര്യം ഇലപ്പുള്ളി രോഗമൊക്കെ കൂടുതൽ വരുന്നുണ്ട് ആ സമയത്ത്. അതുകൊണ്ട് വേനൽക്കാലത്ത് ഈ ഒരു സമയത്തൊക്കെ ചീര നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഇലകൾ പറിക്കാൻ എപ്പോഴും ഇവിടെ ഇലകൾ പറിക്കാൻ കിട്ടാറുണ്ട്. ഈ പറമ്പിലും അതുപോലെ അപ്പുറത്തെ പറമ്പിലും. അപ്പോൾ നമുക്ക് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ചീരത്തോരനൊക്കെ വെച്ച് കഴിക്കാം. പിന്നെ ചീര വിളവെടുത്ത് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നല്ല ഒന്നാമതരം ഒരു കിഡുമായിട്ടുള്ളൊരു വളം ഒരു ചിലവുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഗോമൂത്രം. അപ്പോൾ അടുത്തെവിടെയെങ്കിലും പശുവൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഗോമൂത്രം കിട്ടും. ഇല്ലെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും, അതായത് മുയലിൻ്റെയോ അങ്ങനെ എന്തിൻ്റെ മൂത്രമാണെങ്കിലും സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ അത് 3 ദിവസം വെച്ചിരുന്നതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു ചിലവുമില്ലാതെ ചീര നന്നായിട്ട് വിളവെടുക്കാനും സാധിക്കും. അപ്പോൾ ഇലപ്പുള്ളി രോഗം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗോമൂത്രമില്ലേ, ഗോമൂത്രത്തിലേക്ക് കുറച്ച് ആര്യവേപ്പില ചതച്ചിട്ടതും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇലകളിൽ തളിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 2 ടൈപ്പ് വളം കാണിക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ ബയോഗ്യാസ് സ്ലറിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വിളവെടുത്തതിന് ശേഷം ബയോഗ്യാസ് സ്ലറി ഇതിനൊഴിച്ചു കൊടുക്കും. അപ്പോൾ ബയോഗ്യാസ് സ്ലറി ഇല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടി കുറച്ച് ശർക്കരയും ചേർത്തിട്ട് പുളിപ്പിച്ചതിന് ശേഷം അത് നമുക്ക് നേർപ്പിച്ച് ചീരയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ ചീര കട്ട് ചെയ്തെടുത്തതിൻ്റെ പാട് കാണുന്നുണ്ടോ. വീണ്ടും നമ്മൾ പല പ്രാവശ്യമായിട്ട് നമുക്കിവിടെ നിന്ന് ചീര വിളവെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്തതായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ഗോമൂത്രം നേർപ്പിച്ചതാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് ആ വീര്യത്തോടു കൂടി ഒഴിക്കുന്നതിലും നല്ലത് നമ്മൾ എപ്പോഴും ഒരു 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ച് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ സ്റ്റീവൻ ചേട്ടൻ നമ്മുടെ ചീര വിളവെടുക്കുകയാണ്. ഇത്രയും ചീര നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനിയുള്ളത് അടുത്ത ദിവസം കട്ട് ചെയ്യാം. എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, വാടിപ്പോവും.
ഇതിപ്പോൾ നമുക്ക് ഒരു ദിവസം സൂപ്പറായിട്ട് കറി. ഇത് മയിൽപീലി ചീരയും അതുപോലെ റെഡ് ചീരയും ഇത് മിക്സായിട്ടാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിക്സായിട്ട് മുളയ്ക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അരി വീണ് വീണ്ടും മുളച്ചിങ്ങനെ പലതവണ ഇപ്പോൾ ഇതിന്മ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അരി വീണ് വീണ്ടും മുളച്ചോളും. അല്പം വളവും കാര്യങ്ങളും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല മണ്ണിളക്ക് മെയിനായിട്ട് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല മണ്ണിളക്കമുള്ള സ്ഥലമായിരിക്കുക. തറഞ്ഞ സ്ഥലമാണെങ്കിൽ നന്നാവില്ല, മണ്ണിളക്കമുള്ള സ്ഥലമാണെങ്കിൽ ശരിക്കും നന്നായിക്കോളും. ഇടയ്ക്ക് ഇതുപോലെ ഒന്നില്ലെങ്കിൽ ഗോമൂത്രമോ അല്ലെങ്കിൽ മറ്റേ പുളിപ്പിച്ചതോ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ ശരിക്കും നല്ല നിറയെ ഉണ്ടായി കിട്ടും. നമുക്കൊരു 5 ദിവസം കൂടുന്നേക്കുമ്പോൾ വീണ്ടും കട്ട് ചെയ്യാവുന്നതായിരിക്കും. ഇതിപ്പോൾ 1-2 പ്രാവശ്യം കട്ട് ചെയ്ത് പോയ ചീരകളാണ്. ഇപ്പോൾ കണ്ട നല്ല കൊഴുപ്പിൽ നിൽക്കാം, നല്ല സൂപ്പറല്ല മയിൽപ്പീലി ചീരയാണിത്. ഇത് റെഡും. അപ്പോൾ എല്ലാവരും എല്ലാ വീട്ടിലും ചെടിച്ചട്ടിയിലായാലും നടാവുന്നതുള്ളൂ. ചെടിച്ചട്ടിയിൽ ഒരു 4-5 കട നടാം. ഒരുപാടായി കഴിഞ്ഞാൽ അത് വളരില്ല. ഇപ്പം എന്ത് സാധനവും നമുക്ക് ചെടിച്ചട്ടിയിലോ, ഞങ്ങളവിടെ വീട്ടിൽ കല്ലുമ്മ ഒരു വെട്ടുകല്ല് ഇരിപ്പുണ്ടായി. ആ വെട്ടുകല്ല് മുളച്ചു വന്ന് അതിന് ഞാൻ കുറച്ച് സ്ലറി അങ്ങനത്തെ സംഭവങ്ങൾ ലിക്വിഡായിട്ടുള്ള വളം മാത്രം, വളം വേറെ ഇടാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന സംഭവം അതുമേ ഇല്ല. പക്ഷേ അതിൻ്റെ വേരുകൾ ആ വെട്ടുകല്ലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പാസ് ചെയ്തിട്ട് ഇപ്പം മുളകായി പൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് ആകുമ്പോഴേക്കും മുളകാവും. അപ്പോൾ അതുപോലെ നമുക്ക് മണ്ണില്ലെങ്കിലും മെറ്റിലിട്ട് കൊടുത്തിട്ട് അതിൽ സ്ലറിയും കാര്യങ്ങളും ഒഴിച്ചു കൊടുത്താലും അതിനകത്തും വളരും ചെടി. ചെറിയ ചെറിയ ചെടികൾ, വലിയ ചെടികളല്ല, ചെറുതൊക്കെ രീതിയിലുള്ളത് നമ്മൾ ഡെയിലി ഇപ്പോൾ കാലത്തും വൈകിട്ടും കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്നു കിട്ടും. നമ്മൾ ചീരയ്ക്ക് ഗോമൂത്രം യൂസ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇടുമ്പോൾ NPK വളങ്ങളൊക്കെ കാര്യങ്ങൾ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങൾ കൂടി നമ്മുടെ മണ്ണിലുള്ള കുറവുകളെയൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോമൂത്രം മാക്സിമം എല്ലാത്തരം ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം കട്ട് ചെയ്ത ചീരയാണ്. ഇത് കണ്ട ഇവിടെയൊക്കെ കട്ട് ചെയ്തെടുത്ത ഇതിൻ്റെ നോക്കി, ഇത് ശരിക്കും രണ്ടും കൂടി മിക്സാണ്. റെഡും ഗ്രീനും കൂടിയുള്ള മിക്സാണ്. അതിൻ്റെ കളർ കണ്ട ഒരു വെറൈറ്റി കളറാണ്. റെഡും അല്ല ഗ്രീനും അല്ല. ഇതിപ്പോൾ നമ്മളുടെ ഒരു നല്ല പഴക്കമുള്ള ഒരു റെഡ് ചീരയാണ്. അപ്പോൾ അതുമ്പോൾ നമ്മളെ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇതിന് കൂട്ടത്തിൽ കൂടെ ഇലപ്പുള്ളി രോഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഇലപ്പുള്ളി രോഗം എന്താണെന്ന് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ചിര നട്ടിട്ടുള്ള എല്ലാവരും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ പുതിയ കർഷകർക്ക് വേണ്ടിയിട്ട് ഇത് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇല യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ഇതുപോലെ ഗോമൂത്രം നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനെ തടയാം. അതിന് ശേഷം ഇതിൻ്റെ ആ കുറച്ച് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്താൽ പുതിയ കൂമ്പുകൾ വേണ്ടത് വരും. അപ്പോൾ ഗോമൂത്രം മാത്രം ചെയ്യാതെ അതിൽ ആര്യവേപ്പിലയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ കൂമ്പ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ ശിഖരങ്ങളും പൊട്ടി നല്ല ഫ്രഷായിട്ടുള്ള നല്ല ഇലകൾ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഇത് നമ്മൾ സ്പ്രെയർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തളിച്ച് കാണിക്കാം. ഇത് ഗോമൂത്രം നമ്മൾ ഡൈലൂട്ട് ചെയ്ത് വെച്ചാണ് 10 ഇരട്ടി വെള്ളം ചേർത്താണ്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റ് ഇവിടെ നിർത്തിയതാണ് ഞങ്ങൾ. നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും. അതുപോലെ ഇത് വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഗോമൂത്രം വളമായിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ വരാനായിട്ട് സഹായിക്കും. അതുപോലെ ഇത് നമ്മുടെ ബയോഗ്യാസ് സ്ലറിയാണ്. ഈ പാർട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ അവർക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വളർന്ന് നല്ല കരുത്തുള്ള വീണ്ടും നിറയെ ഇലകളും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് കൃഷിലോകം ചാനൽ കാണുന്നവരൊക്കെ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.